എല്ലാ കുട്ടികൾക്കും ലേണിംഗ് കോർണറിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് പുതിയ ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ എ മാൻ വിത്ത് ആൻ എനോമസ് വിങ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ തീം എന്ന് പറയുന്നത് ഇതൊരു മാജിക്കൽ റിയലിസം എന്ന ആശയത്തിൽ ഊന്നി എഴുതിയതാണ്. ഇത് എഴുതിയത് ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ് എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്. അപ്പോൾ എന്താണ് മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞത്? യഥാർത്ഥ സംഭവത്തിൻ്റെ കൂടെ കുറച്ച് ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി എഴുതുന്നതിനെയാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. എഴുതിയത് ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ്. ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ നോക്കാം. നിങ്ങൾക്ക് എക്സാമിന് പ്രൊഫൈൽ റൈറ്റിംഗ് ഉണ്ട്, ഹിൻസ് തന്നിരിക്കും, അതിനെ എക്സ്പാൻഡ് ചെയ്ത് പ്രൊഫൈലാക്കി എഴുതണം. നോക്കാം. ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ്. He was born on 1927 and died on 2040. Was a Colombian novelist and one of the greatest writers of the 20th century. അപ്പോൾ ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ് 1927 ജനിച്ചു, 2014 മരിച്ച ഒരു കൊളംബിയൻ നോവലിസ്റ്റും ഒരു റൈറ്ററും ഒക്കെയാണ്. He was awarded the Nobel Prize for Literature in 1982. 1982 സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ച വ്യക്തിയാണ് ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ്. His notable works are Love in the Time of Cholera, No One Writes to the Colonel and 100 Years of Solitude. അപ്പം ഈ ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ കാലത്തെ പ്രണയമൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റിംഗ് ആണ്. പിന്നെ 100 Years of Solitude, ഏകാന്തതയുടെ 100 വർഷങ്ങൾ. ഹീ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് നോൺ ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സ് ഓഫ് അവർ ടൈം. അപ്പോൾ ഗബ്രിയൽ ഗാർഷ്യ മാർക്കസിൻ്റെ പ്രൊഫൈലാണ്. അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ വർക്ക്സ് മനസ്സിലാക്കുക. ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ, നോ വൺ റൈറ്റ്സ് ടു ദി കേണൽ, 100 Years ഓഫ് സോളിറ്റ്യൂഡ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്സ്. അപ്പം നമുക്ക് പാഠത്തിലേക്ക് പോകാം. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. The light was weak even at noon. When Pelayo was coming back to the house, it was hard for him to see what was moving and groaning in the rear of the courtyard. അപ്പോൾ കഥ തുടങ്ങുമ്പോൾ ദ ലൈറ്റ് വാസ് വീക്ക്, വെളിച്ചം വളരെ കുറവായിരുന്നു. നൂണായിരുന്നിട്ട് കൂടി, ഈവൻ അറ്റ് നൂണായിരുന്നിട്ട് ഉച്ച സമയമായിരുന്നിട്ട് കൂടി വളരെ ചെറിയ പ്രകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെൻ പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദി ഹൗസ്, ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ് ഇൻ ദ റിയർ ഓഫ് ദി കോർട്ട്യാർഡ്. പെലായോ വീട്ടിൻ്റെ പുറകിൽ നിന്നും വന്ന സമയത്ത് പെലായോയ്ക്ക് മനസ്സിലായില്ല എന്തോ അവിടെ വീടിൻ്റെ റിയർ എന്ന് വെച്ചാൽ പുറകിൽ എന്തോ ഒന്ന് അനങ്ങുകയും മുരളുകയും ചെയ്യുന്നു. പക്ഷെ എന്താണെന്ന് അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചില്ല. ഗ്രോണിംഗ് എന്ന് വെച്ചാൽ മുരളുക. അപ്പോൾ എന്തോ ചലിക്കുന്നതായിട്ട് തോന്നി, പക്ഷെ എന്താണെന്ന് മനസ്സിലായില്ല. ഹീ ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ ദാറ്റ് ഇറ്റ് വാസ് എൻ ഓൾഡ് മാൻ. അദ്ദേഹം വളരെ അടുത്തു പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതൊരു വളരെ പ്രായമുള്ളൊരു മനുഷ്യനായിരുന്നു. എ വെരി ഓൾഡ് മാൻ, വളരെ പ്രായമുള്ള ഒരു മനുഷ്യൻ. The man was lying face down in the mud. ചെളിയിൽ തല പൂഴ്ത്തി വെച്ചാണ് അദ്ദേഹം, ഇതിൻ്റെ ഫേസ് മണ്ണിലോട്ട് പൂഴ്ത്തി വെച്ചാണ് അദ്ദേഹം കിടന്നിരുന്നത്. In spite of his tremendous efforts, the man couldn't get up, impeded by his enormous wings. അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. എത്ര പ്രയാസപ്പെട്ടിട്ടും അദ്ദേഹത്തിന് എഴുന്നേൽക്കാനായിട്ട് സാധിച്ചില്ല. ഇംപീരഡ് ബൈ ഹിസ് എനോമസ് വിങ്സ്, അദ്ദേഹത്തിന് തടസ്സം നിൽക്കുന്നത്, ഇംപീരഡ് എന്ന് വെച്ചാൽ തടസ്സം നിൽക്കുക. എന്താണ് തടസ്സം നിൽക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ആ ചിറകുകൾ, വളരെ വലിയ ചിറകുകൾ അദ്ദേഹത്തിന് തടസ്സം നിൽക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് എഴുന്നേൽക്കാനായിട്ട് സാധിച്ചില്ല. ഫ്രൈറ്റൻഡ് ബൈ ദി സൈറ്റ്, പെലായോ റാൻ ടു ഗെറ്റ് എലിസെൻഡ ഹിസ് വൈഫ്. ഇത് കണ്ട് ഭയന്ന് പേടിച്ച പെലായോ തൻ്റെ വൈഫിനെ വിളിക്കാൻ പോയി. വൈഫിൻ്റെ പേരാണ് എലിസെൻഡ. ഷി വാസ് പുട്ടിങ് കംപ്രസേഴ്സ് ഓൺ ദർ സിക്ക് ചൈൽഡ്. തൻ്റെ കുട്ടിക്ക്, സിക്ക് മീൻസ് സുഖമില്ലാത്ത, എന്തോ അസുഖം ബാധിച്ച കുട്ടിക്ക് കംപ്രസസ് ഹിയർ പരിചരണം, ടേക്ക് കെയർ എന്നുള്ള മീനിങ് എടുത്താൽ മതി. അദ്ദേഹം നമ്മുടെ എലിസെൻഡ കുട്ടിക്ക് വളരെയധികം, കുട്ടിയെ ഇങ്ങനെ നോക്കുമായിരുന്നു, പരിപാലിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. He took her to the rear of the courtyard. അങ്ങനെ പെലായോ പോയി വൈഫായ എലിസാൻഡ്രയെ കൂടി വീട്ടിന് പുറകിലേക്ക് കൊണ്ടുവന്നു. They both looked at the fallen body. രണ്ടുപേരും ആ വീണ് കിടക്കുന്ന ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. The man was dressed like a rag picker. ആ കിടക്കുന്ന ആളെ കണ്ടാൽ ഒരു വേസ്റ്റ് പിക്കർ, റാഗ് പിക്കർ എന്ന് വെച്ചാൽ പഴയ വസ്ത്രങ്ങളൊക്കെ ശേഖരിക്കാൻ വരുന്ന ഒരാൾ, അപ്പോൾ വേസ്റ്റ് പിക്കറിനെ പോലെയാണ് തോന്നിയത്.
There were only a few faded hairs left on his bald skull and very few teeth in his mouth. അദ്ദേഹത്തിന്റെ വായിൽ വളരെ കുറച്ച് പല്ലുകൾ മാത്രമേ ഉള്ളൂ, തലയിലാണെങ്കിൽ വളരെ കുറച്ച് മുടികൾ മാത്രമേ ഉള്ളൂ, കഷന്റെ തല. His pitiful condition seemed that of a drenched great grandfather. അദ്ദേഹത്തിന് ആ ദയനീയമായ അവസ്ഥ കണ്ടാൽ നമുക്ക് തോന്നും അദ്ദേഹം ഒരു ഡ്രെഞ്ചഡ് ആയിട്ടുള്ള വളരെ നനഞ്ഞു മുഷിഞ്ഞ ഒരു വ്യക്തിയാണെന്ന് നമുക്ക് തോന്നും. ഒരു പഴയ ഒരു അപ്പൂപ്പൻ, അതായത് ഒരുപാട് പ്രായമുള്ള ഒരു അപ്പൂപ്പനെ പോലെ നമുക്ക് തോന്നും. This took away any sense of grandeur he might have had. അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ട ഒരു ഗ്രാൻഡിയർ, ഒരു മഹത്വം ഈ ഒരു ലുക്ക് കാരണം, അതായത് കാണുമ്പോൾ നനഞ്ഞു കുളിച്ച് ഒരു മുഷിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഒരു പ്രായമുള്ള ആളുകളൊക്കെ നമുക്ക് സാധാരണ എങ്ങനെയാണ് കാണുമ്പോൾ നമുക്കൊരു ബഹുമാനം തോന്നും. പക്ഷെ ആ ഒരു ബഹുമാനവും മഹത്വവും ഒക്കെ അദ്ദേഹത്തിന്റെ ഈ ഒരു രൂപം കാരണം പോയി. His huge buzzard wings, dirty and half plucked, were entangled in the bud. അദ്ദേഹത്തിന് ബസാർഡ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വലിയ, അദ്ദേഹത്തിന് ആ വലിയ വിങ്സ്, വലിയ ചിറകുകൾ, ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ്, അത് പകുതിയും പറിച്ച നിലയിലാണ്, അപ്പോൾ കുറച്ച് മാത്രം അതിനകത്ത് രോമങ്ങളുള്ളൂ. വേർ എൻറ്റാങ്കിൾഡ് ഇൻ ദ മഡ്, അത് കുടുങ്ങിക്കിടക്കുക, എൻറ്റാങ്കിൾ കുടുങ്ങിക്കിടക്കുക, അതിങ്ങനെ ചെളിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. They looked at him so long and so closely that Pelayo and Elisenda very soon overcame their surprise. അവർ കുറേ നേരം ഇങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് പെലായോയും എലിസെന്നയും കൂടി അയാളെ നോക്കിക്കൊണ്ടിരുന്നു. താമസിയാതെ അവരുടെ ആ ഒരു സർപ്രൈസ് ഒക്കെ പോയി. അതായത് ആദ്യം ഇങ്ങനെ വളരെ ആശ്ചര്യത്തോടെയാണ് നോക്കിയത്, പിന്നെ അതിൽ നിന്നും ഓവർകം ആയപ്പോൾ ഇൻ ദി എൻഡ് ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ, പിന്നെ അവർക്ക് ഒരു ഫെമിലിയർ ഫേസ് ആയിട്ട്, ഒരു പരിചിതമായ ഒരു മുഖമായിട്ട് അയാളുടെ മുഖം മാറി. ദെൻ ദേ ഡെയർഡ് സ്പീക്ക് ടു ഹിം, അങ്ങനെ അയാളോട് സംസാരിച്ചു. He answered in an incomprehensible dialect with a strong sailor's voice. അദ്ദേഹം എങ്ങനെയാ മറുപടി പറഞ്ഞത്? ഇൻ ആൻ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ് എന്ന് വെച്ചാൽ റീജിയണൽ വെറൈറ്റി ഓഫ് എ ലാംഗ്വേജ്, അതായത് ഒരു പ്രദേശം മാറുന്ന അനുസരിച്ച് ആ ഒരു സംസാര രീതി മാറും. ഇപ്പം നമ്മൾ കൊല്ലം ജില്ലയിൽ മലയാളം സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല തിരുവനന്തപുരം ജില്ലയിൽ സംസാരിക്കുന്നത്, ആണ് വ്യത്യാസം. ഇൻകോംപ്രിഹെൻസിബിൾ എന്ന് വെച്ചാൽ നോട്ട് അണ്ടർസ്റ്റുഡ്, അതായത് മനസ്സിലാവാത്ത ഏതോ ഒരു ഡയലക്റ്റിൽ അദ്ദേഹം ഒരു നാവികന്റെ ഉറച്ച സ്വരത്തിലാണ് സംസാരിച്ചത്. They concluded that he was a lonely castaway from some foreign ship wrecked by the storm. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ നിന്നും അവർ അവസാനം ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു, ഇദ്ദേഹം ഒരു സ്റ്റോം, എന്തോ ഒരു കൊടുങ്കാറ്റ് ഉണ്ടായ സമയത്ത് കപ്പൽ തകർന്ന് അതിൽ നിന്നും രക്ഷപ്പെട്ട ഒരാളാണെന്ന് മനസ്സിലായി. കാസ്റ്റവേ എന്ന് പറയുമ്പോൾ കപ്പൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്ന വ്യക്തിയാണ് നമ്മൾ കാസ്റ്റവേ എന്ന് പറയുന്നത്. അങ്ങനെ രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് അവർക്ക് മനസ്സിലായി. ദെൻ ദേ കോൾഡ് ഇൻ എ നെയ്ബർ വുമൻ ടു സീ ഹിം, അങ്ങനെ അവർ അവരുടെ അടുത്തുള്ള ഒരു അയൽപക്കത്തുള്ള ഒരു സ്ത്രീയെ വിളിച്ചു വന്ന് നോക്കാൻ. ഓൾ ഷീ നീഡഡ് വാസ് വൺ ലുക്ക് ടു ഷോ ടു ദെയർ മിസ്റ്റേക്ക്, ഹി ഈസ് ആൻ ഏഞ്ചൽ. അവർ വന്ന് ഉടനെ പറയുകയാണ്, ഇതൊരു മാലാഖയാണ്. ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ ചൈൽഡ് ബട്ട് ദ പുവർ ഫെലോ ഈസ് സോ ഓൾഡ് ദാറ്റ് ദ റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ. അപ്പോൾ അപ്പുറത്തെ അയൽഭാഗത്തുള്ള നെയ്ബറിലുള്ള സ്ത്രീ വന്നുടനെ പറയാണ്, ഇവരാരാണ് ഈ വീണ് കിടക്കുന്നത്? ഇദ്ദേഹം ഒരു ഏഞ്ചൽ, മാലാഖയാണ്, നിങ്ങളുടെ കുഞ്ഞിനെ സുഖപ്പെടുത്താനായിരിക്കും, കുഞ്ഞിനെ തിരക്കിയായിരിക്കും വന്നതെന്ന് പറഞ്ഞു. കാരണം തൊട്ട് മുന്നേ പറഞ്ഞിട്ടില്ലേ, കുഞ്ഞിനെ സിക്ക്, അസുഖം ബാധിച്ചു കിടക്കുകയാണ്, അവർ കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞു. അപ്പോൾ ഈ അയൽവക്കത്തുള്ള സ്ത്രീ വന്നിട്ട് പറയാണ്, തീർച്ചയായിട്ടും ഇയാൾ വന്നത്, ഈ മാലാഖ വന്നത് കുട്ടിയെ സുഖപ്പെടുത്താനായിരിക്കുമെന്ന് പറഞ്ഞു. On the following day, everyone knew that a flesh and blood angel was held captive in Pelayo's house. തൊട്ടടുത്ത ദിവസം തന്നെ എല്ലാവരും, ആ സമീപത്തുള്ള എല്ലാവരും അറിഞ്ഞു, നല്ല മജ്ജയും മാംസവും ബ്ലഡും രക്തവും ഒക്കെ ഉള്ളൊരു ഏഞ്ചല് എവിടെ തടവിലാക്കപ്പെട്ടു എന്ന്, ക്യാപ്റ്റീവ് തടവിലാക്കുക, നമ്മുടെ പെലായോയുടെ വീട്ടിൽ തടവിലാക്കപ്പെട്ടു എന്ന് എല്ലാവരും അറിഞ്ഞു. Pelayo watched over him all afternoon from the kitchen, armed with his bay leaves club. അപ്പോൾ നമ്മുടെ പെലായോ അടുക്കളയിൽ നിന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം അടുക്കളയിൽ നിന്ന് ആരെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു? ഈ ഏഞ്ചലിനെ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. ബേ ലീവ്സ് ക്ലബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽനോട്ടക്കാരനില്ലേ, ആ മേൽനോട്ടക്കാരൻ്റെ ഒരു വടി, അതിനാണ് ബേ ലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബേ ലീഫിൻ്റെ ക്ലബ് വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ബിഫോർ ഗോയിങ് ടു ബെഡ് ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദി മഡ് ആൻഡ് ലോക്ക്ഡ് ഹിം അപ്പ് വിത്ത് ദ ഹെൻസ് ഇൻ ദ കിച്ചൺ കൂപ്പ്. അപ്പോൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഇയാളെ, അതായത് ആ വന്നു വീണ ആ ഒരു ഓൾഡ് ആയിട്ടുള്ള ആ ഒരു ഗ്രാൻഡ് ഫാദറിനെ വലിച്ചിഴച്ച്, ആ വ്യക്തിയെ ഡ്രാഗഡ് വലിച്ചിഴച്ച് കൊണ്ടുവന്ന് കോഴിക്കൂട്ടിലാക്കുകയാണ് പതിവ്. കോഴിക്കൂട്ടിലാക്കി ക്ലോസ് ചെയ്യുന്നു. A short time afterward, the child woke up without a fever and with a desire to eat. അതായത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക്, അധികം വൈകാതെ തന്നെ കുട്ടി എന്ത് ചെയ്തു? അവരുടെ സുഖമില്ലാതിരുന്ന കുട്ടി പനിയൊക്കെ മാറി സുഖപ്പെട്ട് എണീറ്റിട്ട് എന്താ പറയുന്നത്? വിത്ത് എ ഡിസയർ ടു ഈറ്റ്,
ആഹാരം കഴിക്കണം, അതായത് വിശക്കുന്നു എന്നും പറഞ്ഞ് എഴുന്നേൽക്കുകയാണ്. ദെൻ ദേ ഫെൽറ്റ് മാഗ്നാനിമസ്. ഇത് കണ്ടതും, അതായത് ഇത്രയും ദിവസം സുഖമില്ലാതെ കിടന്ന കുട്ടി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ആഹാരം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരെന്തായി? ദേ ഫെൽറ്റ് മാഗ്നാനിമസ്. ദാറ്റ് മീൻസ് അവർക്ക് ഭയങ്കര ഒരു ഉദാര മനസ്കത. മാഗ്നാനിമസിന്റെ മീനിങ് ഒരു ഉദാര മനസ്കത എന്നാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ഫീല് തോന്നി. They decided to put the angel on a raft with fresh water and provisions for 3 days and leave him to his fate on the high seas. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ ഒരു ഏഞ്ചലിനെ അവരൊരു ചങ്ങാടത്തിൽ, റാഫ്റ്റ് എന്ന് പറയുമ്പോൾ ചങ്ങാടത്തിലാക്കിയിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ കൊടുത്തു, പ്രൊവിഷൻസ് ആവശ്യത്തിന് ഫുഡൊക്കെ കൊടുത്തു, ഒരു 3 ദിവസത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി കൊടുത്തു ആ ഒരു ചങ്ങാടത്തിലാക്കിയിട്ട്. ആൻഡ് ലീവ് ഹിം ടു ഹിസ് ഫെയ്റ്റ് ഓൺ ദ ഹൈ സീസ്. എന്നിട്ട് അവരെന്ത് ചെയ്തു? വിധിക്ക് വിട്ടു. അതായത് എങ്ങനെയോ അപകടത്തിൽ ഇവിടെ പെട്ടുപോയതാണ്, ഇനി അയാൾ പോട്ടെ എന്ന് കരുതിയിട്ട് അയാളുടെ വിധിക്ക് വിട്ടു. അതായത് വേണ്ട വാട്ടറും ഫുഡും ഒക്കെ വച്ചിട്ട് അവരെ അയാളുടെ വഴിക്ക് വിട്ടു. But when they went out into the courtyard at the first light of dawn, they found the whole neighborhood in front of the chicken coop having fun with the angel. പക്ഷെ എന്ത് ചെയ്തു? അവര് പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോൾ അവർ കാണുന്നത്, അതായത് തൊട്ടടുത്ത ദിവസം, ബട്ട് വെൻ ദേ വെന്റ് ഔട്ട് ഇൻ ദി കോർട്ട്യാർഡ് അറ്റ് ദി ഫസ്റ്റ് ലൈറ്റ് ഓഫ് ഡാൺ, അടുത്ത ദിവസം പ്രഭാതത്തിൽ ആദ്യത്തെ ഒരു പ്രകാശം വീണ സമയത്ത് തന്നെ ഇവർ വന്ന് നോക്കിയപ്പോൾ ഇവർ കണ്ടത് ചുറ്റുപാടുമുള്ള എല്ലാ അയൽവക്കക്കാരും ഈ ഒരു ചിക്കൻ കുപ്പിന് ഫ്രണ്ടിൽ വന്നു നിന്ന് ഈ ഏഞ്ചലിനോട്, അതായത് ആ ഓൾഡ് മാനോട് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എല്ലാവരും കണ്ടത്. എല്ലാവരും മീൻസ് പെലായോയും എലിസാൻഡ്രയും കണ്ടത്. The visitors were tossing him things to eat through the openings in the coop. ടോസിങ് വലിച്ചെറിയുക. ഈ വരുന്ന വിസിറ്റേഴ്സ് എല്ലാം ആ ചിക്കൻ കൂപ്പിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ കൂടി എന്ത് ചെയ്യാണ്? ആ വിടവിൽ കൂടി ഈ ആഹാര സാധനങ്ങൾ ആ ഒരു ഏഞ്ചലിന് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇറ്റ് വാസ് as if he weren't a സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ ബട്ട് എ സർക്കസ് ആനിമൽ. പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് തോന്നും ആ അകത്ത് കിടക്കുന്ന ഇത് ഏഞ്ചല് ഒരു സൂപ്പർ നാച്ചുറൽ അമാനുഷിക ശക്തിയുള്ള ഒരു വ്യക്തിയൊന്നുമല്ല, പക്ഷെ ഒരു സർക്കസ് ആനിമൽ, സർക്കസിലുള്ള ഒരു മൃഗത്തെ പോലെ തോന്നുന്നു. കാരണം എന്താണ്? അകത്ത് കിടക്കുന്നു ആ ഏഞ്ചല്, പുറത്തുനിന്ന് ആളുകൾ ഈ ഫുഡൊക്കെ ഇങ്ങനെ ടോസ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കണ്ടപ്പോഴത്തേക്കാണ് അവർക്കത് തോന്നിയത്. The news of the captive angel spread with great rapidly. After a few hours, the courtyard had the bustle of a marketplace. The couple had to call in troops to disperse the mob. അതായത് അധികം വൈകാതെ തന്നെ ഈ ഒരു ഏഞ്ചലിനെ കിട്ടിയെന്നുള്ള വാർത്ത, ഒരു ഏഞ്ചൽ തടവിലാക്കപ്പെട്ടു എന്നൊരു വാർത്ത വളരെ റാപ്പിഡായിട്ട് ഫാസ്റ്റായിട്ട് എന്ത് ചെയ്തു? എല്ലാവരും അറിഞ്ഞു. ആ ഒരു വാർത്ത പെട്ടെന്ന് പരന്നു. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ് ദ കോർട്ട്യാർഡ് ഹാഡ് ദ ബസിൽ ഓഫ് എ മാർക്കറ്റ് പ്ലേസ്. അതായത് മണിക്കൂറുകൾ കൊണ്ട് തന്നെ എന്ത് ചെയ്തു? ആ ഒരു സ്ഥലം വളരെ ആളുകൾ തിങ്ങി ഞെരിങ്ങി ആകെ തിക്കും തിരക്കുമായി. ബസ്സിൽ എന്ന് പറയുമ്പോൾ തിക്കും തിരക്കും, വളരെ തിക്കി തിരക്ക്, ഒരു ചന്ത പോലെ, ഒരു മാർക്കറ്റ് പ്ലേസ് പോലെ വളരെ തിക്കും തിരക്കുള്ളൊരു സ്ഥലമായിട്ട് മാറി. ദ കപ്പിൾ ഹാഡ് ടു കോൾ ഇൻ ട്രൂപ്സ് ടു ഡിസ്പേഴ്സ് ദ മോബ്. ഈ കപ്പിളിന് ആരൊക്കെയാണ്? ഈ പെലായോയ്ക്കും എലിസാൻഡ്രയ്ക്കും ആരെ വിളിക്കേണ്ടി വന്നു? പോലീസിനെ തന്നെ, പോലീസിനെ വിളിക്കേണ്ടി വന്നു. എന്തിനാണ്? ഈ ഒരു ട്രൂപ്പിനെ, അതായത് ഈ ഒരു മോബിനെ, ഇത്രയും ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനായിട്ട് പോലീസിനെ വിളിക്കേണ്ടി വരും എന്ന് അവർ വിചാരിച്ചു. ദേ ഗോട്ട് ദ ഐഡിയ ഓഫ് ഫെൻസിങ് ഇൻ ദ യാർഡ്. അപ്പോൾ അവർ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു മുറ്റത്ത് വേലി കെട്ടാമെന്ന് വിചാരിച്ചു. ആൻഡ് ചാർജിങ് 5 cents ഫോർ അഡ്മിഷൻ ടു സീ ദ ഏഞ്ചൽ. എന്നിട്ട് ഈ ഏഞ്ചലിനെ കാണാൻ വരുന്ന ഓരോരുത്തർക്കും 5 cent വീതം, അതായത് കുറച്ച് പൈസ വീതം ഏർപ്പാടാക്കാം. അപ്പം പൈസ തന്നാൽ മാത്രമേ ഏഞ്ചലിനെ കാണാൻ പറ്റൂ എന്ന രീതിയിലായി. ദ ക്യൂരിയസ് കെയിം ഫ്രം ഫോർ അവേ. ഈ ഏഞ്ചൽ ഇങ്ങനെ ക്യാപ്റ്റീവ് ആയിട്ടുണ്ട്, തടവിലാക്കപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞ് ഒരുപാട് സ്ഥലത്ത് നിന്ന് ആളുകൾ വന്നു. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് ഓൺ എർത്ത് കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. അതായത് ഈ ഭൂമിയിൽ തന്നെ ഒരുപാട് ഇൻവാലിഡ് എന്ന് വെച്ചാൽ വികലാംഗർ, എന്തെങ്കിലും വൈകല്യം സംഭവിച്ച ആളുകൾ പറന്നെത്തുകയാണ്. എന്തിനാണ്? കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്, അവരുടെ ആരോഗ്യത്തിന് വേണ്ടി. അതായത് ഇവർ കേട്ടവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് ഈ ഏഞ്ചൽ വന്നതുകൊണ്ടാണ് അവരുടെ കുട്ടിയുടെ, എലിസാൻഡ്രയുടെയും പെലായോയുടെയും കൊച്ചിന് രക്ഷപ്പെട്ടത്, അതായത് സുഖമില്ലാത്ത കുട്ടി രക്ഷപ്പെട്ടെന്നാണ് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ എല്ലായിടത്തുമുള്ള ഈ സുഖമില്ലാത്ത ആളുകളെല്ലാം എന്തിനു വന്നു? ഇവിടെ ഈ ഒരു ഏഞ്ചലിനെ കാണാൻ വന്നു. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അവരും സുഖപ്പെടുമെന്ന് വിചാരിച്ചാണ് വന്നത്. ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? പെലായോയും എലിസൻഡെ. അവരുടെ കുട്ടിക്കായിരുന്നു സുഖമില്ലാത്തത്. ഇപ്പോൾ ഓക്കെ ആയി. പെലായോ ആൻഡ് എലിസൻഡ വേ ഹാപ്പി വിത്ത് ഫാറ്റ്. അവർ തളർന്നു, എന്നാലും അവർ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്താണ്? ഓരോരുത്തരും വരുന്നു, കാണുന്നു, പൈസ കിട്ടുന്നു. ഇൻ ലെസ് ദാൻ എ വീക്ക് ദേ ഹാഡ് ക്രാംഡ് ദ റൂംസ് വിത്ത് മണി. അതായത് ഒരാഴ്ച തികഞ്ഞില്ല, അവരുടെ റൂം മുഴുവൻ എന്തായി? ഫിൽഡ് വിത്ത് മണി. ക്രാംഡ് നിറഞ്ഞു, അവരുടെ റൂം മുഴുവൻ പണം കൊണ്ട് നിറഞ്ഞു. സ്റ്റിൽ
The line of pilgrims waiting their turn to enter reached beyond the horizon. അതായത് ആ ഒരു നീണ്ട വരി, പിൽഗ്രിംസ് തീർത്ഥാടകർ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഏഞ്ചലിനെ കാണാൻ ഒരുപാട് പേര് വന്നു. അങ്ങനെ അവര് അങ്ങ് അറ്റം വരെ, അത് ഒരുപാട് നീളത്തിന് കിടക്കുകയാണ്.